ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതേ ഉള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്തത് 26 നടക്കുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് BJPക്ക് ആദ്യത്തെ വിജയം ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പത്രങ്ങൾക്കൊക്കെ അതങ്ങ് വല്ലാതെ ഒരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ട്. മനോരമയാണെങ്കിൽ വല്ലാത്ത വിജയം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? ഞാനത് ശ്രദ്ധിച്ചു. അതിനകത്ത് എന്ത് വല്ലാത്ത വിജയം എന്നാണ്. എതിർ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്ത ആളുകൾ അത് ഞങ്ങളുടെ ഒപ്പമല്ല, കള്ളവൊപ്പാണെന്ന് പറഞ്ഞു. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളം റിലയബിളായിട്ടുള്ള ആൾക്കാരെ വെച്ച് വേണ്ടേ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ. അല്ലാതെ ഏതെങ്കിലും വഴിലൂരിനെ പിടിച്ച് അവനെങ്ങോട്ടും പറയുന്നവനായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവനെ നീ ഇതിൽ ഒപ്പിട്, ബാക്കി കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒപ്പിടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതെ, ബിക്കോസ് ദേ വെർ നോട്ട് സീരിയസ്. കൈ കിട്ടിയ ആളിനെ കൊണ്ട് ചെയ്യിച്ചു. ദേ ഡോണ്ട് ഹാവ് എനി ഓർഗനൈസേഷൻ ദർ. ഗുജറാത്താണ് ഒരു അതെ. അപ്പോൾ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായില്ലേ ഗുജറാത്തിൽ. അവർക്കൊരു കൊള്ളാവുന്ന ഒരു സംഘടനാ സംവിധാനം ഒരിടത്തുമില്ല, ഒരു നേതാവില്ല, ഒന്നുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 12% വോട്ട് ആം ആദ്മി പാർട്ടിക്ക് കിട്ടി ഗുജറാത്തിൽ. കോൺഗ്രസ്സിന് അതിൽ കുറവാണ്. അപ്പോൾ കോൺഗ്രസ് ഗുജറാത്തിൽ തകർന്നു പോയി. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പത്രികയിൽ ഒപ്പിടാൻ പോലും ആളില്ല. അല്ല, ഇത് ഞാൻ പറയട്ടെ, ജനാധിപത്യത്തിൻ്റെ വലിയ തമ്പുരാക്കന്മാരാണല്ലോ നമ്മൾ. നമ്മുടെ കേരളത്തിൽ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ മറ്റുള്ളവർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റുമോ? ഇതിപ്പോൾ നോമിനേഷൻ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത ആൾ എൻ്റെ ഒപ്പമല്ല എന്നൊക്കെ പറഞ്ഞ് മാറി അങ്ങനെ ജയിച്ചു വന്ന സ്ഥാനാർത്ഥിയാണ്. ഇവിടെ അങ്ങനെയല്ല, ഓപ്പോസിഷനേ ഇല്ല ആന്തൂർ മുനിസിപ്പാലിറ്റി. അതെ അതെ, നമ്മുടെ ഗോവിന്ദൻ്റെ ഭാര്യ ആരും ഇത് ചലഞ്ച് ചെയ്യാറില്ല, ഈ എക്സാമ്പിൾ പറയാറില്ല. ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ വിക്റ്റിമായിരിക്കുന്ന ആരാ? കോൺഗ്രസും BJPയുമാണ്. അവർക്ക് പോലും ആന്തൂർ ഒരു പരാതിയില്ല. അവിടെ CPMനല്ല മത്സരിക്കാൻ പറ്റില്ല. എല്ലാവരും CPM ആണ്. എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്ന എത്രയോ വർഷമായിട്ട് ആർക്കും ഒരു ദണ്ണവുമില്ല. അതൊരു വല്ലാത്ത വിജയം എന്ന് എഴുതാൻ മനോരമയ്ക്ക് പോലും പറ്റില്ല. ഈ ജനാധിപത്യ ധ്വംസനം മുഴുവൻ പുറത്താണ് നടക്കുന്നതെന്നും കേരളത്തിലെല്ലാം എവറിത്തിങ് ഈസ് ഹങ്കി ഡോറി ഇൻ കേരള, ഈ ഒരു നരേറ്റീവ് ഇവർ മനഃപൂർവ്വം വളർത്തിക്കൊണ്ടുവരികയാണ്. കേരളത്തിൽ ഈ പറഞ്ഞ സകല കൊള്ളരുതായ്മയും നടക്കുന്നത്. വോട്ടർ പട്ടികയിൽ കൃത്രിമം കണ്ടില്ലേ? ചത്ത ആളിനെ ചത്തില്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യിക്കുക, ജീവിച്ചിരിക്കുന്ന ആളിനെ ചത്തു എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യിക്കാതിരിക്കുക. ഇതിന് മോക്ക് പോളിൽ പോയി കള്ള വോട്ട് ചെയ്യുക. മോക്ക് പോളിൽ കാസർഗോഡ് അഡീഷണൽ ഒരു സ്ലിപ്പ് ഇറങ്ങി വന്നു. അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഒരു അഡീഷണൽ സ്ലിപ്പ് ഇറങ്ങി വരും. കാസർഗോഡ് ഈ അഡീഷണൽ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ മോക്ക് പോൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ഇറങ്ങി വരും. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോഴുള്ള സാമ്പിൾ എങ്ങനെയാണ്, ആ സാമ്പിളിൽ അതിൻ്റെ സീരിയൽ നമ്പർ സംഗതി, ഒരു സ്ഥാനാർത്ഥി ഒരു ചിഹ്നവും ഉണ്ടാവും. ഈ സ്ഥാനാർത്ഥിയും ചിഹ്നവും ആൽഫബറ്റിക്കൽ ഓർഡറിലാണല്ലോ പോളിംഗ് ഇതിൽ. അപ്പോൾ കാസർഗോഡ് BJP സ്ഥാനാർത്ഥി A വെച്ചാണ് തുടങ്ങുന്നത്, അശ്വനി. പാർട്ടികളുടെ പേരാണോ സ്ഥാനാർത്ഥിയുടെ പേരാണോ? പാർട്ടികൾ, മെയിൻ പാർട്ടികൾ 3 ഏറ്റവും ടോപ്പിലുണ്ടാവും. അതിലാരാണ് ആദ്യം എന്നുള്ളത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അപ്പോൾ അശ്വനി ML ഇതാണ്. അപ്പോൾ ആ ആദ്യത്തെ സീരിയൽ നമ്പർ, ആദ്യത്തെ സ്ഥാനാർത്ഥിയുടെ പേര്, ആദ്യത്തെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം, ഇതൊക്കെ ചേർന്ന് ഒരു സാമ്പിൾ ഇറങ്ങി വരും. അതാണ് കാസർഗോഡ് ഇറങ്ങി വന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. കാസർഗോഡ് സുപ്രീം കോടതിയിൽ ബഹളം. കാസർഗോഡ് മറ്റേ സുപ്രീം കോടതി പേടിച്ചിട്ട് എന്ത് പറ്റിയിടും? ഇലക്ഷൻ കഴിയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ദിസ് ഈസ് ഹൗ ദ മോക്ക് പോൾ ഈസ് ബീയിങ് ഡൺ. എത്രയോ വർഷമായിട്ട് മോക്ക് പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ആ മെമ്മറി എറേസ് ചെയ്തിട്ട് ആ പേപ്പർ വരുത്താതെയാക്കാം. അത് വേറൊരു മാനിപ്പുലേഷനാണ്. ചെയ്യേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് മെഷീനിൽ എന്തൊക്കെയാണോ അടിച്ചു വരുന്നത് അതങ്ങ് അടിച്ചു വരട്ടെ. അടിച്ചു വന്നു കഴിയുമ്പോൾ അത് കഴിഞ്ഞില്ല, പിന്നെ നിങ്ങൾക്ക് എറേസ് ചെയ്യാം. അതൊരു വലിയ ഇഷ്യൂ ആക്കിയ ആൾക്കാർ, ഇപ്പോൾ ഈ സാധനം ഇഷ്യൂ ആക്കിയ ആൾക്കാർ ആന്തൂർ മുനിസിപ്പാലിറ്റിയെ പറ്റി ഒരു അക്ഷരം വേണ്ടില്ല. അത് അത്ഭുതമാണ് കേരളത്തിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധത. കേരളത്തിന് ഉള്ളിലെ ഫാസിസം, ജനാധിപത്യ വിരുദ്ധത, മതേതരത്വം ഇല്ല എന്ന് മാത്രമല്ല, ഒരു മതത്തെ എന്ത് വില കൊടുത്തും അവരെ പുകഴ്ത്തിയും സംരക്ഷിച്ചും പ്രീണിപ്പിച്ചും നിർത്തുന്ന പരിപാടി. ഇതിൻ്റെ എല്ലാം പുറത്തുകൂടെ ഒരു ബ്ലാങ്കറ്റ് അങ്ങോട്ട് ഇട്ടിട്ട് നാട്ടുകാരെ മുഴുവൻ കുറ്റപ്പെടുത്തി നമ്മൾ പ്രസംഗിച്ചു. പക്ഷേ ഗുജറാത്തിൽ നിന്ന് ഈ മുകേഷ് ഭായ് ദലാലിൻ്റെ ഈ വിജയം ഗുജറാത്ത് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചനയല്ലേ?
എന്ന് ഞാൻ പറയില്ല. അവിടെ അങ്ങനെ യാദൃശ്യമായിട്ട് സംഭവിച്ചു, അതുകൊണ്ട് അയാൾ ജയിച്ചു. അതുകൊണ്ട് ഗുജറാത്ത് മൊത്തം BJP ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണെന്ന് പറയാമല്ലോ. അല്ല, ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ അതാണ്, പരമദയനീയമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇന്ത്യൻ വോട്ടർമാരെ പറ്റി ഞാനൊരു പ്രഡിക്ഷൻ നടത്തില്ല. ചിലപ്പോൾ കഴിഞ്ഞ തവണ 25-25 BJPക്ക് കിട്ടിയിരുന്നു, ചിലപ്പോൾ 1-2 എണ്ണം പോയെന്ന് വരും. അതുകൊണ്ടെന്താ ഞാൻ പറയുന്നത്, ഇത് ജനറൽ ഇലക്ഷൻ്റെ ഒരു ട്രെൻഡായിട്ട് എടുക്കുന്നില്ല, അതൊരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റാണ് ഈ സംഭവിച്ചത്. TG ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടേ, ഗുജറാത്ത് ചിലപ്പോൾ 1-2 പോയേക്കാം. കോൺഗ്രസിൻ്റെ ഒരു കണക്ക് കോൺഗ്രസ്സുകാർ ചാനലിലൊക്കെ വന്നിട്ട് പറയുന്നത്, പല സംസ്ഥാനങ്ങളിലും BJPക്ക് 1, 2, 4, 5 ഒക്കെ പോയാൽ ഞങ്ങൾക്ക് ഇത്ര ഫിഗർ കിട്ടും എന്നൊരു നാറേറ്റീവ് ഭയങ്കരമായി പ്രചരിക്കുന്നു. ആയിക്കോട്ടെ, ആർക്കാ എന്താ അവകാശപ്പെടാൻ പാടും, ഞാനത് ചെയ്യില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. ആളുകൾ പലതും അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണി പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരും. അതെ, അത് ശരി, വന്നോട്ടെ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. എന്നെ ഉപദ്രവിക്കായിരുന്നു, എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. നിങ്ങൾ അധികാരത്തിൽ വരുന്നെങ്കിൽ വന്നു, ജനാധിപത്യമാണ്, ആർക്കും അധികാരത്തിൽ വരാം. പക്ഷേ ഇന്ന് വരെ ആരും നരേന്ദ്രമോദി 272 താഴെ പോകും എന്ന് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ആരാ ഭരിക്കാൻ പോകുന്നത്? നരേന്ദ്രമോദി തന്നെയാണ്. നിങ്ങൾക്ക് ആകെ ആഘോഷിക്കാവുന്നത് നരേന്ദ്രമോദിക്ക് 10 സീറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റും. ഇതിൽ കവിഞ്ഞുള്ള ആഘോഷമൊന്നും നിങ്ങൾക്ക് സാധ്യമല്ല, അത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് സർവേ മുഴുവൻ എന്ത് പറഞ്ഞാലും, ഇപ്പോൾ മോദി 370 ടാർഗറ്റ് എന്ന് പറഞ്ഞു, പിന്നെ 400 ടാർഗറ്റ് എന്ന് പറഞ്ഞ് എന്തുമായിക്കോട്ടെ, ശത്രുക്കൾ പോലും പുള്ളിയെ 272 താഴെ റേറ്റ് ചെയ്യുന്നില്ല. പിന്നെന്താ? സോ ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു കം. അതുകൊണ്ട് സീറ്റ് കുറഞ്ഞാൽ അത് ആഘോഷമാണ്. ആഘോഷിച്ചു, കാരണം നിങ്ങളുടെ ദാരിദ്ര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു സീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ആഘോഷിച്ചോ, നിങ്ങളുടെ ഒരു അവകാശമാണത്, അദ്ദേഹം തെറ്റൊന്നുമില്ല. യു ക്യാൻ. പരാജയമല്ലേ ഈ മോദിയുടെ പരാജയം? എങ്ങനെ? മോദിയല്ലേ ഭരിക്കുന്നത്, മോദിയല്ലേ ജയിക്കുന്നത്? സീറ്റ് ഉള്ള മാർക്ക് കുറഞ്ഞാൽ ജയിച്ചാൽ പോരാ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് കിട്ടിയതിനേക്കാൾ ഒരു മാർക്ക് കുറഞ്ഞാൽ അതൊരു പരാജയം തന്നെയാണ്. അത് മറ്റത് വിജയമായിട്ട് നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. ഇപ്പോൾ മോദി പറഞ്ഞതിൽ കൂടുതൽ സീറ്റ് മോദിക്ക് കിട്ടി, നിങ്ങളെന്താ പറയാൻ? മോദി മിടുക്കനാന്ന് പറയും? ഇല്ല. നിങ്ങൾ EVM-നെ കുറ്റം പറയും, മതേതരത്വം തകർന്നു എന്ന് പറയും, മോദി കള്ളനാണെന്ന് പറയും, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ കിട്ടുന്ന സീറ്റും നിങ്ങളുടെ പറച്ചിലും തമ്മിൽ ഒരു ബന്ധവുമില്ല. എത്ര സീറ്റ് കിട്ടിയാലും കുറഞ്ഞാലും കൂടിയാലും ഒക്കെ നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വൈ ഷുഡ് BJP ബോദർ അബൌട്ട് യു? ദേ ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദെയർ വർക്ക്. അപ്പോൾ മോദി തന്നെ വരും, ഉറപ്പായിട്ട് വരും. അല്ല, ഞാൻ പറയുന്നത്, ഞാനിത് പ്രവചിക്കാറില്ല സാധാരണ, പക്ഷേ ഇപ്പോൾ പ്രവചനക്കാർ മുഴുവൻ മോദി വരും, മോദി 3ാമത് വരും. സീറ്റ് എണ്ണം 5-10 കൂടുതലോ കുറവോ എന്തുമായിക്കോട്ടെ. അങ്ങേര് 370 അവിടെ നിന്നായിരുന്നല്ലോ തുടക്കം. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു, അതുകൊണ്ട് 370 സീറ്റ് എനിക്ക് തരണം, പ്ലസ് 35 അലയൻസിൻ്റെയും ചേർത്തിട്ട് 405 ആയിരുന്നു പുള്ളി ഫസ്റ്റ് പറഞ്ഞ ടാർഗറ്റ്. ഇപ്പോൾ 405 എന്ന് പറയുന്നില്ലെങ്കിലും അപ് കി ബാർ 400 പാർ, 400-ന് മുകളിൽ ഇതാണ് പറയുന്നത്. 405 എന്നും എടുക്കാം. ഇപ്പോൾ ഈ മുദ്രാവാക്യത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയിട്ടില്ല, BJP പുറകോട്ട് പോയിട്ടില്ല. ഇവരാണ് ഈ ബഹളം മുഴുവൻ കാണിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ കിട്ടില്ല, ഇവിടെ കുറയും, അവിടെ കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് അവർക്ക് കണക്കൂട്ടലുണ്ടാവില്ല, അവരും പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. അതെ, ജനങ്ങൾക്കിടയിൽ കൂട്ടിക്കോന്ന് കണക്ക് കൂട്ടിക്കോ, ഒരു കുഴപ്പമില്ല. 2019 നിങ്ങൾ ഇതുപോലെ കണക്ക് കൂട്ടിയതാണ്. ഞാൻ ഇന്ത്യ മുന്നണിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. നന്നായി വരട്ടെ, നന്നായി കണ്ടാൽ മതിയൊന്ന്. ആകെ ഇതേ ഉള്ളൂ, അധികാരത്തിൽ വന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ, അതായത് ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ വന്നാൽ, ഈ താലിയറപ്പൻ പരിപാടി വേണ്ടി ഇറങ്ങിയാൽ അടിച്ച് മൂട്ടുകാൽ പിടിക്കും. അടിക്കുമോ? പിന്നെ സംശയം എന്താ? റോഡിലിട്ട് അടിക്കും താലിയറപ്പൻ പരിപാടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നില്ല. ഉറപ്പാണ് അടി വാങ്ങി. പെണ്ണുങ്ങളുടെ താലിയിൽ തൊട്ട് നോക്കട്ടെ കോൺഗ്രസ്സുകാർ. വെറുതെ പറയുന്നല്ലേ, താലിയൊന്നും അറക്കൂല്ലെന്നേ. അറുത്തതല്ലേ? ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഫോർട്ട് കൊച്ചിയിൽ അറുത്തു, ചെന്നൈയിൽ അറുത്തു. ഇത് ചെയ്യും ഈ മഹാഭാവികൾ. DMK ചെയ്തു, ഇവിടെ DYFI ചെയ്തു. അതോടെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തുടക്കം മാത്രമാണ്. പിന്നീട് ഇറക്കാൻ താലിയില്ലായിരുന്നു. ഇത് തന്നെ കെട്ടിക്കാത്ത പെണ്ണിൻ്റെ കഴുത്തിലൊരു താലി ഇട്ടിട്ട് അത് പ്രതീകാത്മകവും എന്ത് തേങ്ങയാണ്. പക്ഷേ ഇത് ചെയ്ത അധമന്മാരാണ് ഇവർ. ഇത് ചെയ്യാൻ മടിക്കില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ CPM ഒരുപാട് മാറിയില്ലേ? ഇല്ല,
ഒട്ടും മാറിയിട്ടില്ല. ശബരിമല കാരണം അത് തെറ്റാണെന്ന് ഇന്ന് വരെ അവർ പറഞ്ഞിട്ടില്ല. അല്ല, അത് 25-30 വർഷം കഴിയണം. 25-30 വർഷം അത് കഴിയുമ്പോൾ തെറ്റാന്ന് പറയുന്നത്. ഇപ്പോൾ ഏതായാലും അവർ തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് അത് മാത്രമല്ല, ഈ താലി അറക്കുന്നതിന് മുമ്പ് വേറൊരു കലാപരിപാടി എറണാകുളത്ത് നടന്നു. ഒരു കവാടം ഉണ്ടാക്കി മറ്റത് മുഖ്യമന്ത്രി പിണറായി വിജയന് കയറി പോകാനായിട്ട്. അവസാനം ആരോ പറഞ്ഞു അതിനകത്ത് കയറിയാൽ നാറും കേട്ടോ. അങ്ങനെയാണോ? വന്നില്ല. സ്ഥലം ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഓർമ്മയില്ലേ? ഓർമ്മ. ഇതൊക്കെ ഈ ടീമൊക്കെ ഉണ്ട്, വേഷം മാറി ഇപ്പോഴും നടപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യ മുന്നണി വന്നിട്ട് വേണം ഒന്ന് തുണി അഴിച്ച് തുള്ളാൻ മറൈൻ ഡ്രൈവിൽ വന്നേക്കാം അങ്ങോട്ട്. പുതിയ കവാടം വരും. ആ പുതിയ കവാടം അടിച്ചു പൊളിക്കും കേട്ടോ ജനം. ഇനി ഈ ഭോഷ്ക്ക് നമുക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷേ CPM-ൽ കുറച്ച് സ്പീഡ് വന്നിട്ടുണ്ട് ജി. കാരണം ശബരിമല കഴിഞ്ഞപ്പോൾ വീട് കയറി മാപ്പ് പറഞ്ഞല്ലോ. മാപ്പ് അല്ല, എക്സ്പ്ലനേഷൻ. എന്നാലും പണ്ടത്തെ രീതിയാണെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ തെറ്റിപ്പോയി എന്ന് പറയുകയാണ് പതിവ്. അപ്പോൾ കുറച്ചൊരു മാറ്റമുണ്ട് CPM-ന്. അല്ല, അതിൻ്റെ കൺഫ്യൂഷനാണ് ഈ തൃശ്ശൂരടക്കം കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ബുദ്ധിമുട്ടിലാവുന്നത്. ദേ ഡോണ്ട് നോ ഹൗ ടു ഡീൽ വിത്ത് ഹിന്ദുസ്. ഹിന്ദുസ് വല്ലാത്തൊരു സാധനമാണ്. അതല്ലേ ഈ പറയുന്ന വല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞത് കേരളത്തിലെ ഹിന്ദുക്കളെ കുറിച്ചാണോ കേരളത്തിന് പുറത്തുള്ള ഹിന്ദുക്കളെ കുറിച്ചാണോ? എല്ലാവരെ കുറിച്ച് ടോട്ടൽ. കേരളത്തിൽ അങ്ങനെയൊന്നും ഹിന്ദു മസിലൊന്നും കാണിച്ചിട്ടില്ല. മസിൽ പിടിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. പാമ്പും ചാവില്ല, വടിയും ഒടിയില്ല എന്നുള്ളൊരു സ്ഥിതി വരുത്തും ഹിന്ദു. ഈ അടിക്കുന്നവൻ വിഷമിക്കും, പാമ്പൊട്ട് ചാവുകയില്ല. ഇവൻ്റെ വടി ഒടിയും, പിന്നെ ഇവൻ നടുവിന് കൈയും കൊടുത്ത് നിൽക്കും. എന്നാൽ പാമ്പ് ഇവനോട്ട് കടിക്കുകയില്ല. ഇങ്ങനെ ഒരു നോബഡി ഹാസ് എവർ പ്രെഡിക്റ്റഡ് ദ ക്യാരക്ടർ ഓഫ് ഹിന്ദു സൊസൈറ്റി. അതെങ്ങോട്ട് പോകും, എങ്ങനെ ചിന്തിക്കും, അങ്ങനെ ഇത്രയും വർഷം സർവൈവ് ചെയ്തില്ലേ. എത്ര രാഷ്ട്രങ്ങളില്ലാതെ പോയി. ഗ്രീസ്, മെസപ്പൊട്ടോമിയ, റോം, എത്ര സംസ്കാരങ്ങൾ നശിച്ചുപോയി. ഇപ്പോഴും ഭാരതം നിൽക്കുന്നുണ്ട്. അവിടെ ഇവിടെയും കുറച്ച് മുറിഞ്ഞു പോയി. അഫ്ഗാനിസ്ഥാൻ പോയി, പാകിസ്ഥാൻ പോയി, ബംഗ്ലാദേശ് പോയി, ശ്രീലങ്ക പോയി. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ മുറിവുകളൊക്കെ പറ്റി. ബട്ട് സ്റ്റിൽ വി ആർ സർവൈവിങ്. വേറെ ഏത് സിവിലൈസേഷനുണ്ട് ലോകത്ത് ഇത്രയധികം മുറിവുകൾ കഴിഞ്ഞിട്ടും പിന്നെയും ജീവനോടെ ഇരിക്കുന്നത്? ഇല്ല. ബാക്കിയുള്ളതെല്ലാം വൈപ്പ് ഔട്ട് ചെയ്തു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് സംസ്കാരം കംപ്ലീറ്റ് വൈപ്പ് ഔട്ടായി. ഇസ്ലാം അങ്ങോട്ട് കയറി നിരത്തി നാശമാക്കി. ഇവരുടെ കുരിശ് യുദ്ധങ്ങൾ അതായിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിച്ചിട്ട്. അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒറിജിനൽ പാഗൻസ് എന്ന് പറയുന്നവർ അപ്രത്യക്ഷമായിപ്പോയി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഇൻകാമായ അമേരിക്കയിൽ 2 സംസ്കാരങ്ങൾ കംപ്ലീറ്റ് ആസ്ട്രോണമിയിലൊക്കെ അവരുടെ അവശിഷ്ടങ്ങൾ നമ്മൾ ഇന്നും നശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഭയാനകമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് താൻ. അത് അണിയുക്കലായിരിക്കാം. കേരളം വരുന്നില്ല എന്ന് പറഞ്ഞ് സംശയിച്ച് നിൽക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. കേരളം ഈസ് എ വെരി സ്മോൾ പ്ലേസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. 4 കോടി ആൾക്കാരൊക്കെ ആയിട്ട് നടത്തുന്ന ചെറിയൊരു കലാപരിപാടിയാണ് കേരളം. ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ വലിപ്പം ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ 140 കോടിയിൽ 4 കോടി എത്രയാണ്? ഒരു കൊച്ചു പാവയ്ക്ക. എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ മസിൽ പഠിപ്പിക്കാൻ നമുക്കിവിടെ, അല്ലാതെ വേറെ വിലയൊന്നുമില്ല. TG എനിക്ക് തോന്നുന്നത്, ഞാനും TG പറഞ്ഞ പോലെ മോദി വരും എന്ന് തന്നെ കരുതുന്ന ആളാണ്. അപ്പോൾ മുകേഷ് ഭായ് ദലാലിൻ്റെ വിജയം അതിൻ്റെ ആക്കം കൂട്ടുന്ന ഒന്നാണ്. ഗുജറാത്തിൽ നിന്നാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയാണ്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, മോദിയും 3ാമത് വരും എന്ന് വെച്ച് മോദി വന്നില്ല എന്ന് കരുതി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല. ഞാനിവിടെ ഉണ്ടാവും. ഞാൻ നല്ല 1-ാം തരം ഹിന്ദുവാണ്. ഈ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഒക്കെ ഒരുപാട് കണ്ടവനാണ്. അതുകൊണ്ട് ഇനി ഇന്ത്യ മുന്നണിയാണ് വരാൻ പോകുന്നത്. അപ്പം തനിക്ക് തലയിൽ മുണ്ടിടേണ്ടി വരും. ഒരു മുണ്ട് വിടുകയില്ല. ഞാൻ എപ്പോഴും നെഞ്ച് വിരിച്ച് എറണാകുളം നമ്മൾ ഇവിടെ നിന്ന് ടോക്ക് ഷോ നടത്തുകയും ചെയ്യും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കരുത്. നമ്മൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കും.